എഴുത്തുകളുടെ കാലമൊക്കെ കഴിഞ്ഞു. പണ്ടൊക്കെ നമ്മൾ കത്തെഴുതുമായിരുന്നു, ഡയറി എഴുതുമായിരുന്നു, കണക്കെഴുതുമായിരുന്നു, ചിലരൊക്കെ കവിത എഴുതുമായിരുന്നു, കഥകൾ എഴുതുമായിരുന്നു. ഇപ്പോൾ കത്തെഴുത്ത് എങ്ങുമില്ല. ഡയറി എഴുത്ത് ചിലരെങ്കിലും ചെയ്യുന്നുണ്ടാകാം. കണക്കെഴുത്ത് കാൽക്കുലേറ്റർ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മുടെ വായനയും എഴുത്തുമൊക്കെ മൊബൈലിൻ്റെ ലോകത്തിലായി മാറി. ഫാസ്റ്റാണ്, ക്വിക്കാണ്, സ്മാർട്ടാണ്, ശരിയാണ്, എല്ലാമാണ്. പക്ഷേ ശരീരത്തിന് അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഉണ്ട്. 2011-19 കാലഘട്ടത്തിൽ ഹിറോഷി തകാത്ത എന്നൊരു ജാപ്പനീസ് പ്രൊഫസർ വളരെ രസകരമായിട്ടുള്ളൊരു പഠനം നടത്തി. അദ്ദേഹം നല്ല പ്രായമുള്ള വൃദ്ധരെ സംരക്ഷിക്കുന്ന ഡോക്ടറാണ്. അദ്ദേഹം ഒരു ഒബ്സർവേഷൻ നടത്തി. ഒരു പ്രത്യേക മെത്തഡോളജിയിലൂടെ ഈ രോഗികളായ വൃദ്ധരുടെ രോഗാവസ്ഥയ്ക്ക് വലിയ മാറ്റം വരുത്താൻ സാധിക്കും. അതെങ്ങനെ സാധിച്ചു? അദ്ദേഹം പറയുന്നു, ഡയറ്റൊന്നും മാറ്റിയില്ല, മരുന്നൊന്നും മാറ്റിയില്ല, കൂട്ടുകയോ കുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് പ്രത്യേക ഫിസിയോതെറാപ്പി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷേ പെട്ടെന്ന് അവരുടെ ജീവിതക്രമം മാറി, അവരുടെ ആരോഗ്യസ്ഥിതി വളരെ വളരെ മെച്ചപ്പെട്ടു. വളരെയധികം ശ്രദ്ധേയമായ വിധത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ടു. എന്താണ് ഈ ഡോക്ടർ അവരെക്കൊണ്ട് ചെയ്യിച്ചത്? എല്ലാ ദിവസവും 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ എന്തെങ്കിലും എഴുതാൻ അവരോട് ആവശ്യപ്പെട്ടു. എഴുതി 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 അവരുടെ തലവര അവർ മാറ്റി എഴുതി. അതായത് രോഗികളായിട്ട്, കിടപ്പ് രോഗികളായിട്ട് അവിടെ കിടന്നിരുന്ന ആളുകൾ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് പിച്ചു വെക്കാൻ തുടങ്ങി. കുറച്ചുകൂടി സന്തുഷ്ടി വന്നു, ആരോഗ്യം വന്നു, സമാധാനം വന്നു, സംതൃപ്തി വന്നു. ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ഇപ്പോൾ പേന പോലും കൈകൊണ്ട് എടുക്കാത്തവരായിരിക്കും നിങ്ങളൊക്കെ. ഇടയ്ക്ക് ഒന്ന് എഴുതി തുടങ്ങുക. എഴുതിയാൽ ആരോഗ്യം വീണ്ടെടുക്കാം. ഇത് സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എഴുത്തിലൂടെ നിങ്ങളുടെ തലവര എഴുത്ത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് നിസ്സാര കാര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നമ്മൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ നമ്മൾ ഫുള്ളി അതിൽ ഇൻവോൾവാണ്. നിങ്ങളുടെ വിരൽ മാത്രമല്ല, നിങ്ങളുടെ മൊത്തം ശരീരം അതിൽ ഇൻവോൾവാണ്. കാരണം നിങ്ങളുടെ മോട്ടോർ കോർട്ടക്സാണ് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. അത് ബ്രെയിനിൻ്റെ ആജ്ഞയനുസരിച്ച്. അപ്പോൾ ബ്രെയിനിലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ എക്സ്റ്റൻഷൻ മാത്രമാണ് നിങ്ങളുടെ കൈ. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ എഴുതുമ്പോൾ അറിയാതെ നമ്മൾ ടോട്ടലി അതിൽ ലയിച്ച് ചേരുന്നുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്താൽ, നിങ്ങളുടെ മൊബൈൽ ടൈപ്പ് ചെയ്താൽ അത്രയും വരില്ല. കാരണം അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്, മെക്കാനിക് പ്രോസസ്സാണ് പലപ്പോഴും. പിന്നെ ഇതിൽ ചെയ്ത് പിന്നെ നമ്മൾ തീർത്തും മെഷീൻ പോലെയായി മാറും. സ്വയം എഴുതുമ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ, വായിച്ച കാര്യങ്ങൾ, ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ എല്ലാം ടപ്പെന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, പോണ്ടർ ചെയ്യും. അത് തന്നെയാണ് വലിയ എക്സർസൈസ് എന്ന് പറയുന്നത്. നമ്മളൊരു എഫേർട്ട് എടുക്കും. നിങ്ങളുടെ കൈക്കൊരു എഫേർട്ടുണ്ട്, അത് ഫിസിക്കൽ എഫേർട്ട്. മൈൻഡിനൊരു എഫേർട്ടുണ്ട്, ഓർത്തെടുക്കണം, പ്രോസസ്സ് ചെയ്യണം, അതിൽ നിന്ന് സ്കാൻ ചെയ്ത് വേണ്ടത് എടുക്കണം, വേണ്ടാത്തത് തള്ളണം. ഒരേ സമയം കുറേ പ്രോസസ്സുകൾ സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് എന്താണ്? നിങ്ങളുടെ ബ്രെയിനിനൊരു വികാസം ഉണ്ടാവും, ശരീരത്തിനൊരു വികാസം ഉണ്ടാവും, നിങ്ങളുടെ ഹൃദയത്തിനൊരു വികാസം ഉണ്ടാവും. മൊത്തത്തിൽ വികാസം തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കണം. നിങ്ങളുടെ ഓർമ്മശക്തി വളരെയധികം കൂടും എഴുതി കഴിയുമ്പോൾ. കാരണം നിങ്ങളുടെ ഓർമ്മശക്തിയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം കുറച്ച് എക്സ്പാൻഡഡ് ആവും നിങ്ങൾ കൈകൊണ്ട് എന്തെങ്കിലും എഴുതുമ്പോൾ. നിങ്ങളുടെ ഓർമ്മശക്തി കൂടുന്നതോടൊപ്പം തന്നെ ബുദ്ധിശക്തി കൂടും. കാരണം ബ്രെയിനൊരു തത്വമുണ്ട്, യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഷാർപ്പറാകുന്നത്.
സാധാരണ തത്വമാണത്. യൂസ് ചെയ്യാതിരുന്നാൽ ഷാർപ്പ്നെസ് കുറയും. നമ്മളുടെയൊക്കെ കത്തികൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ അത് പതുക്കെ പതുക്കെ മൂർച്ചയില്ലാത്ത കത്തിയായി മാറും. മൂർച്ച കൂട്ടിയെടുക്കണം പിന്നീട്. ഇത് തന്നെയാണ് ബ്രെയിനിൻ്റെ കാര്യത്തിൽ. നിങ്ങൾ ഒരു എക്സർസൈസും ബ്രെയിനിന് കൊടുക്കുന്നില്ലെങ്കിൽ ബ്രെയിൻ ഡള്ളായി പോവും, പിന്നെ ഡിമ്മായി പോവും, പിന്നെ ഡെഡായി പോവും. സാധാരണയാണ്. അപ്പോൾ എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എഴുതുമ്പോൾ പതുക്കെ ബ്രെയിൻ വീണ്ടും ആക്ടിവേറ്റഡ് ആക്കപ്പെടുകയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഓർക്കണം, ക്രോഡീകരിക്കണം, ക്രോഡീകരിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് വാക്കുകളായിട്ട് കുറിക്കപ്പെടണം. പിന്നെ ഈ എഴുത്തെന്ന് പറയുന്നൊരു സ്ട്രോക്കാണ്, ഒരു വാക്കുകൊണ്ടുള്ളൊരു സ്ട്രോക്കാണല്ലോ ഒരു എഴുത്തെന്ന് പറയുന്നത്. അത് മുഴുവൻ നിയന്ത്രിക്കുന്നത് ബ്രെയിനാണ്. അപ്പോൾ ബ്രെയിന് വർക്ക് കിട്ടി. ബ്രെയിൻ വർക്ക് കിട്ടിയതോടുകൂടിയാണ് ബ്രെയിൻ മെച്ചപ്പെടുന്നത്. വ്യായാമം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ശരീരം സുന്ദര ശരീരമായിട്ട് മാറുക. വ്യായാമം ഇല്ലെങ്കിൽ ബൾക്കി ശരീരമാണ്, പൊണ്ണ തടി ഉള്ള ശരീരം. ഇതുപോലെയാണ് ബ്രെയിനിൻ്റെ കാര്യത്തിലും. അടുത്തതായിട്ട് നിങ്ങൾ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ അറിയാതെ നിങ്ങൾക്കൊരു വിഷ്വലൈസേഷൻ വരും. അതങ്ങനെ സംഭവിക്കുകയാണ്. അത് നമ്മളുടെ ഇമാജിനേഷൻ വരും എൻ്റെ കൂട്ടത്തിൽ. അറിയാതെ നിങ്ങളുടെ പ്രൊഡക്റ്റിവിറ്റി കൂടും, ക്രിയേറ്റിവിറ്റി കൂടും. അതുകൊണ്ടാണ് എന്തെങ്കിലും എഴുതുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായി ക്രിയേറ്റീവ് മാറും എന്ന് പറയുന്നത്. അടുത്തൊരു മാറ്റം കൂടിയുണ്ട്. നല്ല സ്ട്രെസ്ഡായിട്ട് നിങ്ങൾ ഇരിക്കുകയെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തെങ്കിലും എഴുതി തുടങ്ങുക, നിങ്ങളുടെ അറ്റൻഷൻ മാറും. ഇത് 100% ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആരോടൊക്കെ ദേഷ്യമുണ്ട്, നിങ്ങൾക്ക് സ്ട്രെസ്സുണ്ട്, നിങ്ങൾക്ക് വല്ലാത്ത തളർച്ചയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും എഴുതി തുടങ്ങുക. എഴുതുമ്പോൾ നിങ്ങളെ സ്ട്രെസ് ചെയ്യിക്കുന്ന, നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്ന ഒരു നെഗറ്റീവ് യാഥാർത്ഥ്യത്തിൽ നിന്നും നിങ്ങളുടെ അറ്റൻഷൻ മാറി ആ എഴുത്തിലൂടെ, അതൊരു പാത്ത് വേ ആണ്. ആ പാത്ത് വേ ന്യൂറൽ പാത്ത് വേ എന്ന് പറയും. ആ ന്യൂറൽ പാത്ത് വേയിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് മറ്റു ലോകത്തെത്തിച്ചേരുകയാണ്. അപ്പോൾ നിങ്ങൾ കുറേ നേരം എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ തുടക്കത്തിലുള്ള ടെൻഷനും ദേഷ്യവും വെറുപ്പൊക്കെ മാറിയിട്ടുണ്ടാവും. ചില ആളുകൾ പറയും നല്ല ദേഷ്യം വരുമ്പോൾ ആ ആളോട് പറയേണ്ട കാര്യങ്ങൾ എഴുതി വെക്കാമെന്ന്. കണ്ടിട്ട് കീറിക്കളയുക. ആ എഴുതുമ്പോൾ ആ ഒഴുക്കിൽ നിങ്ങളുടെ മൈൻഡ് റിലീസ്ഡ് ആവും. നിങ്ങളുടെ മൈൻഡ് റിലീസ്ഡ് ആവും. ഇനി അയാളെക്കുറിച്ച് ഇതിൽ വേറെ എന്തെങ്കിലും ഒരു ബന്ധമില്ലാത്തൊരു കാര്യം എഴുതിയാൽ പോലും നിങ്ങളുടെ മൈൻഡ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും. മറ്റൊരു കാര്യമുണ്ട്, പേടി വരുമ്പോൾ നിങ്ങൾ വെറുതെ ഇരുന്ന് എഴുതുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പേടി വരുമ്പോൾ നിങ്ങളിരുന്ന് എഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഇന്നർ പ്രൊട്ടക്ഷൻ സംഭവിക്കുകയാണ്. അതായത് പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഇരുട്ട് ലോകത്ത് നിന്നും നിങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വാക്കുകളുടെ വെട്ടത്തിൻ്റെ ലോകത്തിലേക്ക് വരികയാണ്. എഴുതി 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 നിങ്ങൾ പേടിയോട് കടക്കുപുറത്ത് എന്ന് പറയുന്നൊരവസ്ഥ വരികയാണ്. നിങ്ങൾ ഫ്രീ ആവും. ഇതുപോലെ നല്ല എഴുത്തിലൂടെ നമുക്ക് ജീവിതം വീണ്ടെടുക്കാൻ സാധിക്കും. എഴുത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ദിനചര്യ എന്ന മട്ടിൽ ജീവിതത്തോട് ചേർക്കുകയാണെങ്കിൽ പതുക്കെ പ്രസാദാത്മകത വരും. നിങ്ങളുടെ പേശികളുടെ ബലം കൂടുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു വികാസവും സംഭവിക്കും. ഹൃദയത്തിൻ്റെ വികാസം സംഭവിച്ചു കഴിയുമ്പോൾ മൊത്തം ജീവിതം കുറച്ചുകൂടി പ്രസാദാത്മകമായിട്ട് മാറും. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഉറഞ്ഞുപോയ ചിരി നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിച്ചെന്ന് വരാം. നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചറിഞ്ഞ പല ശീലങ്ങളും നിങ്ങൾ പതുക്കെ വീണ്ടെടുത്ത് തുടങ്ങും. കാരണം ഈ എഴുത്ത് തുടങ്ങിയതിൽ പിന്നെ നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി ഒരു ഗോൾ ഓറിയൻറ്റഡ് ലൈഫ് സ്റ്റൈൽ വന്നിരിക്കുകയാണ്. എന്തൊക്കെ ലക്ഷ്യമുണ്ട്. ചില ആളുകൾ വാർദ്ധക്യത്തെ സുന്ദരമാക്കിക്കൊണ്ട് ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബൈബിളിൻ്റെ പകർത്തിയെടുപ്പിലൂടെ സന്തോഷം കണ്ടെത്തുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചത് ഓർത്തെടുത്ത് എഴുതുന്നവരെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രസാദാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ വരികയാണ്. ഇനി പ്രാക്ടിക്കലായിട്ട് എല്ലാ ദിവസവും സാധിക്കുമെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉദ്ധരണികളൊക്കെ വെറുതെ ഒന്ന് കുറിക്കുന്ന ശീലം കൊണ്ടുവരിക. അത് വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളാകാം, പണ്ടത്തെ സുന്ദരമായ കവിതകളാകാം. ഇത് ചെയ്യുമ്പോൾ രണ്ട് ഗുണം. ഒന്ന്, നിങ്ങളുടെ കൈകൾക്ക് അത് കൂടുതൽ ഉറപ്പ് നൽകുന്നു. രണ്ട്, നിങ്ങളുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ത്വരിതഗതിയിലാക്കുന്നു. കാരണം ഓർക്കണം,
ഓർത്തെടുത്ത് ക്രോഡീകരിച്ച് വിന്യസിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബ്രെയിൻ സ്ട്രോങ്ങറാവും. ബ്രെയിൻ സ്ട്രോങ്ങറായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ സ്ട്രോങ്ങറാവും. കാരണം നിങ്ങളുടെ മൊത്തം ശരീരത്തെ നിയന്ത്രിക്കുന്നത് മാസ്റ്റർ ജീനിയസ് സെൻറ്റർ ബ്രെയിനാണ്. അപ്പോൾ അതിന് നിങ്ങൾ കൃത്യമായ എക്സർസൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളോട് നന്ദിയോടുകൂടി പ്രതികരിക്കും. അടുത്തതായിട്ട് വെറുതെ ഡയറി കുറിക്കുന്ന ശീലമൊക്കെ തുടങ്ങി വെക്കുക. നല്ലതാണ്. വെറുതെ ഡള്ളായി ഡബ്ബായി ഡിമ്മായി ഡെഡ് ആകുന്നതുവരെ കാത്തിരിക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ കുറിച്ചൊക്കെ വെക്കുക. ചിലപ്പോൾ അത് നിങ്ങളെ തന്നെ ഭയങ്കര പോസിറ്റീവാക്കി മാറ്റിയെന്ന് വരാം. ഇനി അടുത്തത്, ഈ കണക്കുകളൊക്കെ ഇപ്പോൾ ആരും എഴുതാറില്ല. കണക്കെഴുത്തും കണക്ക് കൂട്ടലൊന്നുമില്ല. വെറുതെ അതൊക്കെ ഒന്ന് ചെയ്യുന്ന അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു കണക്കുകളൊക്കെ എഴുതി തുടങ്ങുക. അതൊക്കെ നല്ലതാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനെയും മെഷീൻ്റെ ലോകത്തിൽ നിന്നും നമ്മളൊന്ന് മാറി വരണം. ഇതിപ്പോൾ മെഷീൻ്റെ ലോകത്തിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം നിങ്ങളിന്ന് സ്ഥിരം ടി വി കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടോ ഫുൾ ടൈം മൊബൈൽ നോക്കിയിരുന്നതുകൊണ്ടോ നിങ്ങൾക്ക് ഒരുപാട് വളർച്ച ഉണ്ടാകുന്നില്ല. വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലൊക്കെ ഉണ്ട്. ഒരു ഫുൾ ടൈം സ്ക്രീൻ ടൈമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ റിയൽ ടൈം ഡെഡ് ടൈമായിട്ട് മാറുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരികെ വരിക. ഇങ്ങനെയുള്ള നുറുങ്ങു വിദ്യകളിലൂടെ ജീവിതത്തെ തിരികെ പിടിക്കാൻ സാധിക്കും. അത് ശ്രമിച്ചുകൂടെ? നല്ല യാത്ര നേരുന്നു.